US വ്യോമസേനയുടെ നേതൃത്വത്തിലുള്ള വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾക്കായിട്ട് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതേസമയം എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഭരണകൂടം ചർച്ചകൾക്കും അതുപോലെ വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നതായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഇറാനിൽ നിന്ന് നിരവധി തവണ ഫോൺ കോളുകൾ വന്നതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. നമുക്ക് അറിയാം, US വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യയിൽ എത്തിയതിന്റെ തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. എസ്കൻ, ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ തുടർന്ന് ഇറാനിലെ ഭരണകൂടത്തിന്റെ പിടി അയയുന്നതായും അതുപോലെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അവർ നീങ്ങുകയാണെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടും ഇന്ന് വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന് നൽകിയ അതീവ രഹസ്യ ഇന്റലിജൻസ് ബ്രീഫിംഗ് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് 1979 വിപ്ലവത്തിന് ശേഷം ഇറാൻ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ പുറത്തു വന്നിരിക്കുന്ന ഇന്റലിജൻസ് ബ്രീഫിംഗിൽ പറയുന്നത്. അതേസമയം മറ്റൊരു വശത്ത് ഈ യുദ്ധ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോണിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് യുദ്ധം ഒഴിവാക്കാനുള്ള ഏത് ശ്രമത്തോടും സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നാണ് സൗദി രാജകുമാരനെ ഇറാൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം എസ്കെൻ, ടെഹ്റാനില് അതീവ സുരക്ഷയുള്ള ഒരു തുരങ്കത്തിലാണ്, ഒരു ഭൂഗർഭ കേന്ദ്രത്തിലാണ് അയത്തുള്ള കൊമേനിയെ മാറ്റിയിരിക്കുന്നത്. ലെവിസാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ബങ്കർ സ്ഥിതി ചെയ്യുന്നത്. കൊമേനിയുടെ ആരോഗ്യം ക്ഷയിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ കണക്കിലെടുത്ത് ഒരു പിൻഗാമിയെ കണ്ടെത്തുവാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇറാനിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാഖ് പ്രധാനമന്ത്രി നൂറി അൽമാലിക്കിനെ തിരികെ കൊണ്ടുവരുന്നതിനെതിരെ ട്രംപ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, 2006 മുതൽ 2014 വരെയായിരുന്നു പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയും പിന്നെ ഐസിസിനെ തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ രാജിവെച്ച് ഒഴിയുകയുമാണ്. ട്രംപ് പറയുന്നത് മേക്ക് ഇറാഖ് ഗ്രേറ്റ് അഗെയിൻ, അതുകൊണ്ട് നൂറി അൽ മാലിക്ക് വരരുത്, വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ, ഇറാഖുമായി ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ട്രംപ് കണക്കൂട്ടുകയും ചെയ്യുന്നുണ്ട്.